ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് നമുക്ക് ലിവർ കുരുമുളകിട്ട് വരട്ടിയതിൻ്റെ റെസിപ്പി നോക്കാം. കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കുക്കറിൽ നമുക്ക് ലിവർ വേവിക്കാം. അതിനായി ഞാൻ 400 ഗ്രാം ലിവറാണ് എടുത്തത്. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും 1/4 കപ്പ് വെള്ളവും ഒഴിക്കാം. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 4 to 7 വിസിൽ വരെ ഇത് വേവിക്കാം. ലിവർ വേവുന്ന സമയം നമുക്കതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനായി ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ചെറിയ ഉള്ളി ആഡ് ചെയ്യാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള യൂസ് ചെയ്യാം, ബട്ട് ടേസ്റ്റ് ചെറിയ ഉള്ളി യൂസ് ചെയ്യുവാണ് കേട്ടോ. ഇതൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റാം. ഇനി ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. അതും ഒരു 1 മിനിറ്റ് വഴറ്റാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലോട്ട് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. ഇതും ഒരു 1 മിനിറ്റ് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിപ്പം അത്യാവശ്യം നല്ലപോലെ വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ഒരു തക്കാളി ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് നല്ലപോലെ വേവിക്കണം. വീണ്ടും മൂടി വെച്ചിട്ട് നല്ലപോലെ കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പം തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ലിവർ ആഡ് ചെയ്ത് കൊടുക്കാം. ലിവർ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ വെള്ളത്തോട് കൂടി തന്നെ ഈ ലിവർ മിക്സ് ഈ മസാലയിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒന്നും കൂടി ആഡ് ചെയ്യാം കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ നേരത്തെ ലിവറിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ തിളപ്പിച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിലെ വെള്ളം ഇങ്ങനെ പകുതി വറ്റുമ്പോൾ നമുക്കതിലോട്ടേക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് ഫ്രഷ്ലി പൊടിച്ചതാണ് നല്ലത്. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ് ഇതിലോട്ട് കിട്ടുള്ളൂ. ഇതിൽ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് വേറെ മസാല പൗഡറൊന്നും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നില്ല. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഫൈനലായിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലിവർ വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഇത് സെമി ഗ്രേവി ടൈപ്പിലാണ് ചെയ്തിട്ടോ.
നിങ്ങൾക്ക് വേണേൽ ഒന്നും കൂടി ഇത് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പം കിടിലൻ ടേസ്റ്റ് കേട്ടോ. അപ്പം നമ്മൾ ലിവർ വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.